ശരിക്കും ഇതൊന്നും അല്ലാത്തൊരു ദുബായ് ഉണ്ടായിരുന്നു അല്ലെ, നമ്മൾ ആരും കാണാത്തൊരു ദുബായ്. അതെ, അനു പറഞ്ഞത് ശരിയാ. നമ്മൾ ആരും കാണാത്ത ഒരു ദുബായ് ഉണ്ടായിരുന്നു. അന്നത്തെ കടൽ കൊള്ളക്കാരെ പേടിച്ചിട്ട് ദുബായ് ഭരണാധികാരികള് ബ്രിട്ടീഷ് ഗവൺമെന്റുമായിട്ട് ഒരു എഗ്രിമെന്റ് സൈൻ ചെയ്യാണ്, ദുബായിനെ പ്രൊട്ടക്ട് ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട്. അതിന്റെ ഭാഗമായിട്ടാണ് നമ്മുടെ ദുബായ് ക്രീക്കിൽ ബ്രിട്ടീഷുകാർ ട്രേഡിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിനോടൊപ്പം തന്നെ ദുബായിൽ ചെറിയ ചെറിയ എക്കണോമിക് ആക്ടിവിറ്റീസ് സ്റ്റാർട്ട് ചെയ്ത്, അതായത് ഹോട്ടൽസ്, റെസ്റ്റോറൻറ്റ്സ്, ഷിപ്പിംഗ്, മെയിന്റനൻസ്, ഇതൊക്കെ സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പൊ GCC എന്ന് പറയുമ്പോൾ എല്ലാരും പറയും അവിടെ എണ്ണപ്പണം അല്ലേ, അങ്ങനെയല്ലേ എന്നൊക്കെ. ബട്ട് ദുബായിയുടെ കേസ് വരുമ്പോൾ ദുബായിയുടെ GDP-യുടെ 1% മാത്രമാണ് ഓയിൽ പ്രൊഡക്ഷൻ ഉള്ളത്. ബാക്കി വരുന്നത് ട്രേഡിങ്ങിലൂടെ ആയിരുന്നു. അതായത് ദുബായിയുടെ വളർച്ച സ്റ്റാർട്ട് ചെയ്തത് 1958-ലാണ്. അപ്പോഴാണ് ഭരണാധികാരിയായിട്ട് ഷെയ്ഖ് റാഷിദ് ബിൻ സായദ് അൽ മക്തൂം ചുമതലയേറ്റതും. അപ്പൊ അവര് ക്രീക്ക് എക്സ്പാൻഡ് ചെയ്തു. അദ്ദേഹത്തിന്റെ ഇന്നും ഫേമസ് ആയ ഒരു കോട്ട് ഉണ്ട്: എന്റെ ഫാദർ പോയത് ഒരു ഒട്ടകപ്പുറത്താണ്, ഞാൻ ഇന്ന് പോകുന്നത് ഒരു മെർസിഡീസിലാണ്, എന്റെ മകൻ പോകുന്നത് ഒരു ലാൻഡ് റോവറിലാണ്, എന്റെ മകന്റെ മകനും പോകുന്നത് ലാൻഡ് റോവറിലാണ്, എന്നാൽ എന്റെ മകന്റെ മകന്റെ മകൻ പോകുന്നത് ഒരു ഒട്ടകപ്പുറത്തായിരിക്കും. അദ്ദേഹത്തിന്റെ ഒരു ചിന്താഗതി ഒന്ന് നോക്കിയല്ലേ. എണ്ണപ്പണം കൊണ്ട് മാത്രം ദുബായ് വളരില്ല എന്ന് മനസ്സിലാക്കിയിട്ടുള്ള ഷെയ്ഖ് റാഷിദ് ബിൻ സായിദ് അൽ മക്തൂം എണ്ണയിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് ഇവിടെ ട്രേഡിംഗ് ആരംഭിച്ചു. എന്നാൽ മറ്റുള്ള രാജ്യങ്ങൾ ഇമ്പോർട്ടിംഗ് ആൻഡ് എക്സ്പോർട്ടിങ്ങിന് വലിയ വലിയ ടാക്സസ് ഇമ്പോസ് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഈ ഒരു അറേബ്യൻ രാജ്യത്ത് നോ ടാക്സ് അനൗൺസ് ചെയ്തു. അതുകൊണ്ട് തന്നെ ദുബായിന്റെ ട്രേഡിംഗ് ഡബിൾ ആയിട്ട് വർദ്ധിക്കുകയും ചെയ്തു. 1990-കളിലെ ഇംഗ്ലീഷ് വാരികയോട് ദുബായിയുടെ വിഷനെ കുറിച്ച് പറഞ്ഞപ്പോ കളിയാക്കി പുച്ഛിച്ച് തള്ളിയ അതേ മരുഭൂമിയിലാണ് ലോകാത്ഭുതങ്ങളായ ബുർജ് ഖലീഫയും പാം ജുമേറയും ഇന്ന് തലയുയർത്തി നിൽക്കുന്നത് അല്ലെ.